ഹലോ, അസ്സലാമു അലൈക്കും. ജുജിമാസ് കിച്ചൻ ട്രിക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. 1969 യമനിൽ നിന്നും ബോംബെയിലെത്തിയ ജാഫർ ഭായ് തുടങ്ങി വെച്ചതാണ് ജെഫ് ബിരിയാണി. 2010 കേരളത്തിൽ വന്ന ജാഫർ ഭായിയുടെ മകനായ ഇബ്രാഹിം സാഹിബും അദ്ദേഹത്തിന്റെ മക്കളായ ഹുസൈനും ഖാത്തിമും ചേർന്ന് കേരളത്തിന് ഈ പുതിയ ബിരിയാണി രുചി പരിചയപ്പെടുത്തി. പനമ്പിള്ളി നഗറില് ഒരു മാരുതി കാറിലായിരുന്നു ഇവർ ആദ്യമായിട്ട് ബിരിയാണി കച്ചവടം തുടങ്ങിയത്. അത് കുറച്ച് മെച്ചപ്പെട്ടപ്പോ അവര് കൊച്ചിയിലെ തോപ്പുംപടിയിൽ പ്യാരി ജംഗ്ഷനിലെ പനോരമ ടവറിൽ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങി. അങ്ങനെ പിന്നീട് അങ്ങോട്ട് കടവന്ത്ര, എടപ്പള്ളി, ട്രിവാൻഡ്രം അങ്ങനെ ഒരുപാട് ഔട്ട്ലെറ്റുകൾ അവർ സ്റ്റാർട്ട് ചെയ്തു. കേരളത്തില് വേറെ എവിടെയും കിട്ടാത്ത ബൊഹറ സ്റ്റൈൽ ബിരിയാണിയാണ് ഇവര് ഫോളോ ചെയ്യുന്നത്. ബൊഹറ എന്ന് പറയുന്നത് യമനിലെ ഒരു ഇസ്ലാമിക് കമ്മ്യൂണിറ്റിയാണ്. ജെഫിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആപ്രിക്കോട്ട് മട്ടൻ ബിരിയാണിയാണ് എന്റെ ഫേവറേറ്റ്. ഒരു രക്ഷയില്ലാത്ത ഒരു ഐറ്റം ആണ്. അപ്പോ ഈ ആപ്രിക്കോട്ട് മട്ടൻ ബിരിയാണി ജൂജമ്മ വീട്ടിലൊന്ന് ട്രൈ ചെയ്തായിരുന്നു. അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കതെല്ലാം വഴിയെ കാണുകയും ചെയ്യാം. 1 കിലോ മട്ടനും 1 കിലോ അരിയുമാണ് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത്. 1 കിലോ മട്ടൻ നല്ല കഴുകി വൃത്തിയാക്കി വെള്ളം എല്ലാം കളഞ്ഞിട്ട് നമ്മൾ ദാ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ും 6 പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇത് കുഴച്ച് 1 മണിക്കൂർ നമുക്കൊന്ന് മാറ്റിവെക്കാം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് വഴി മീറ്റ് നല്ല ടെൻഡർ ആയിട്ടിരിക്കും. ജെഫ് ബിരിയാണിയുടെ ഒരു പ്രത്യേകത നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. അവരുടെ മീറ്റ് അത് ചിക്കൻ ആണെങ്കിലും മട്ടൻ ആണെങ്കിലും റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ബീഫ് ബിരിയാണി ആണെങ്കിലും ഭയങ്കര ടെൻഡർ ആയിട്ടുള്ള മീറ്റാണ് അവരുടെ. ഇനിതാ ഇത് 2 പൊട്ടറ്റോ അരിഞ്ഞ് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഈ പൊട്ടറ്റോ ഇനി ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് നമ്മൾ പോകുന്നത്. പൊട്ടറ്റോയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. ജെഫ് ബിരിയാണി ഫോളോ ചെയ്യുന്നത് ബൊഹറ സ്റ്റൈലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇവർക്ക് ഈ ആപ്രിക്കോട്ട് മട്ടൻ ബിരിയാണി കൂടാതെ ഹരിയാലി മട്ടൻ ബിരിയാണി, ബട്ടർ ചിക്കൻ ബിരിയാണി, സ്റ്റാൻഡേർഡ് ജെഫ് ചിക്കൻ ബിരിയാണി, പിന്നെ റീസെന്റ് ആയിട്ട് അവര് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബീഫ് ബിരിയാണി, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതിന്റെ ഒക്കെ കൂടെ അവള് വേറൊരു ഐറ്റം ഉണ്ട്, അഫ്ഗാനി ചിക്കൻ. അതെന്ന് പറഞ്ഞുണ്ടല്ലോ വൈറ്റ് കളറിലാണ് നമ്മുടെ ഈ കാഷ്യൂനട്ട് ഒക്കെ അരച്ച് ചേർത്തിട്ടുള്ള ഒരു ഗ്രേവിയില് ചിക്കൻ അവര് 3 മണിക്കൂറൊക്കെ സ്ലോ കുക്ക് ചെയ്തിട്ട് എടുക്കുന്നതാണ് അത്രേ. അതിലത്തെ ചിക്കൻ ഉണ്ടല്ലോ, എങ്ങനെയാണ് ഇത്രയും സോഫ്റ്റ് ആയിട്ട് ചിക്കൻ ഇരിക്കുന്നത് എന്ന് അത്ര നമുക്ക് അത്ഭുതം തോന്നും. അതുപോലത്തെ ഒരു ഐറ്റം ആണ്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യുന്ന കൂട്ടത്തിൽ അഫ്ഗാനി ചിക്കൻ ട്രൈ ചെയ്യാൻ മറക്കുകയും ചെയ്യരുത് കേട്ടോ. ഒന്നിനൊന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെയുള്ള എല്ലാ ഐറ്റംസും. അതിനുള്ള തെളിവാണ് ഡെയിലി രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടത്തെ ക്യൂ. അപ്പോ നമ്മുടെ പൊട്ടറ്റോ അതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് കോരി മാറ്റി വെക്കാം. ഇനി ഈ സെയിം എണ്ണയിലേക്ക് നമുക്ക് 5 സവാള നല്ല ഫൈനായിട്ട് നീളത്തില് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. സവാള ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് സവാള ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതില് എണ്ണയൊക്കെ പിടിച്ച് സവാള ഒക്കെ തളർന്നു കിടക്കും. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് സവാള ഇതുപോലെ കൈ എടുക്കാതെ വഴറ്റുന്ന സമയത്ത് നമുക്ക് നല്ല ഉതിർന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു പോവാതെ നല്ലതായിട്ട് തന്നെ നമുക്ക് സവാള കിട്ടും.
ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമുക്കിനി ഇതിനെ കോരി മാറ്റാം. സവാള ഫ്രൈ ചെയ്തത് കോരിയെടുക്കുമ്പോൾ ഒരുപാട് ഗോൾഡൻ ബ്രൗൺ ആവാതെ ഗോൾഡൻ ബ്രൗണിലേക്ക് മാറുന്ന സമയത്ത് തന്നെ കോരിയെടുക്കാൻ ശ്രദ്ധിക്കുക. കാര്യം കരിഞ്ഞു പോയാൽ നമ്മുടെ ബിരിയാണി മൊത്തത്തിൽ ആ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം സവാള ഫ്രൈ ചെയ്തത് കോരിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ സെയിം എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 ബേ ലീഫ്, 10 ഏലക്ക, 6 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, 2 തക്കോലം എന്നിവ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് മൂപ്പിച്ചെടുക്കാം. ചെയ്യാൻ പോകുന്നത് അതിനു വേണ്ടി 2 ബേ ലീഫ്, 6 ഏലക്ക, 4 ഗ്രാമ്പു, 2 ചെറിയ സ്റ്റിക്ക് കറുവപ്പട്ട ഇത്രയും ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു പാകമാവുന്ന സമയത്ത് ഇത് ഫുള്ളായിട്ട് വെന്തിട്ടില്ല, ഒരു 80-85% മാത്രമേ വെന്തിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ദമ്മ് എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത് കാണാം. ഇത് നമ്മുടെ മൊത്തം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മട്ടന്റെ മസാലയിൽ നിന്നും പകുതിയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഈ മട്ടന്റെ മസാലയിലേക്ക് ഒരു ലെയർ ചോറ് നമുക്ക് ആദ്യം ഒന്ന് ഇട്ടുകൊടുക്കാം.
നമ്മളിങ്ങനെ ഗ്യാസ് സ്റ്റവിൽ ദം ചെയ്യുന്ന സമയത്ത് അടിയിലൊരു കട്ടിയുള്ള എന്തെങ്കിലും ഒരു ദോശ തവ പോലെയുള്ള എന്തെങ്കിലും അടി കട്ടിയുള്ളത് വെച്ചു കൊടുത്തിട്ട് വേണം മുകളിൽ ബിരിയാണി പോട്ട് വെച്ചിട്ട് ദം ഇടാൻ വേണ്ടി. അപ്പൊ തീരെ അടി പിടിക്കാതെ നമുക്ക് കിട്ടും. അങ്ങനെ ഈ റൈസ് ഒന്ന് പരത്തി കൊടുത്ത ശേഷം ആദ്യം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവോളയുടെ ബാക്കി ഉണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് വെതറി കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് കാഷ്യൂവിൽ നിന്നും കുറച്ചെടുത്ത് വെതറാം. ഇനി മല്ലി മിന്റ് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതും കൂടെ കുറച്ചിട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആയ ആപ്രിക്കോട്ട്. ഇവിടെ നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ആപ്രിക്കോട്ടാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ശരിക്കും ജഫ് ബിരിയാണിയിൽ അവർ ഇടുന്നത് അവർ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ടർക്കിഷ് ആപ്രിക്കോട്ടാണ്. അത് കാണാനും കളറിലും ഇതുപോലെയല്ല, കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള കളറാണ്. പിന്നെ അതിന്റെ അകത്ത് കുരു ഉണ്ടാവും. അത് മാത്രമല്ല, അത് ഈ ഒരു ആപ്രിക്കോട്ട് പോലെയല്ല, നല്ലതുപോലെ വെന്ത് അലിഞ്ഞു പോവും ദമ്മിടുന്ന സമയത്ത്. അപ്പോ ഇപ്പൊ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മള് നേരത്തെ സാഫ്രോൺ പാലില് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, തുറന്നു നോക്കുമ്പോ നമ്മുടെ സാധാരണ ബിരിയാണികളുടെ ആ ഒരു സ്മെല്ലല്ല നമുക്ക് കിട്ടുന്നത്. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള സ്മെല്ല് തന്നെയാണ് കേട്ടോ. ജഫ് ബിരിയാണി ഭയങ്കര ഡിഫറെന്റ് ആണോ എന്ന് പറയുന്നത് വെറുതെ അല്ല. വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ജഫ് ബിരിയാണി ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കുറച്ച് സ്പൈസി ആയിട്ടുള്ളതും ഒപ്പം തന്നെ വേറൊരു ഫ്ലേവറുമാണ് അതിനുള്ളത്. ജഫ് ബിരിയാണിയിൽ അവര് ദമ്മ് പൊട്ടിക്കുമ്പോൾ ഇതുപോലെ ലെയർ ആയിട്ട് തന്നെയാണ് പൊട്ടിച്ചെടുക്കുന്നത്. ഈ അടിയിലുള്ള ഈ ഒരു റൈസ് ഉണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ കാണുന്നത്, ഇതിനെ അവര് സാഫ്രൻ റൈസ് എന്നാണ് പറയുന്നത്. ആ സാഫ്രന്റെ നല്ല സ്മെല്ല് ഇറങ്ങിയിട്ടുള്ള ഒരു റൈസാണിത്. അതിന് ഫ്ലേവറും കൂടുതലാണ്. ഒപ്പം ഇതിന്റെ കൂടെ മുകളിലുള്ള വൈറ്റ് റൈസും കൂടെ അതിന്റെ മുകളിൽ ആഡ് ഒന്ന് ഇട്ടിട്ട് ആണ് ആ ഒരു ഫ്ലേവർ ഒന്ന് ബാലൻസ് ചെയ്ത് എടുക്കുന്നത്. നേരത്തെ നമ്മൾ അഫ്ഗാനി ചിക്കന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ റൈസിന് നല്ല ഒരു സൈഡ് ഡിഷാണ് അഫ്ഗാനി ചിക്കൻ. അതിന്റെ ഗ്രേവിയും പിന്നെ അവർ നമുക്ക് സെർവ് ചെയ്യുന്ന യമൻ പിക്കിൾ ഉണ്ട്, ആ പിക്കിൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അതും പിന്നെ അതിന്റെ സലാഡും എല്ലാം കൂടെ ചേർത്തൊരു പിടി പിടിച്ചാലുണ്ടല്ലോ, അതാണ് ഇതിന്റെ റിയൽ ടേസ്റ്റ്. അപ്പോ ജഫ് ബിരിയാണിക്ക് അവരുടേതായ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്തായാലും ഉണ്ടാവും. പക്ഷെ ജൂജമ്മ ഉണ്ടാക്കി തന്ന ജഫ് ബിരിയാണി ഒരു രക്ഷയില്ല. അത്രയും ടേസ്റ്റി ആയിരുന്നു, നല്ല ഫ്ലേവർഫുൾ ആയിരുന്നു. അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.